കേടുവരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, നശിപ്പിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ നിലനിൽപ്പിനെ തന്നെ സമസ്ത മേഖലയും ബാധിക്കും എന്നുള്ളതാണ്. ഈ ആധുനികത കടന്നു വരവ് നമ്മുടെ കാവുകളെയും കുളങ്ങളെയും നമ്മുടെ തനിമയും ഒക്കെ ബാധിക്കുമ്പോൾ എന്താവും ഇനിയുള്ള ഭാവി? കോട്ടയത്ത് വീടുകൾ ഇപ്പോൾ ഒരു വൃദ്ധസദനമായി മാറിക്കൊണ്ടിരിക്കുകയെന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റും. പ്രകൃതിയുടെ ബാലൻസ് തന്നെ പണ്ടത്തെ കാവുകളായിരുന്നു. ഒരു കാവിനൊരു കുളം ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. പ്രകൃതി സമ്പത്ത് ഈശ്വരൻ തന്ന് അനുഗ്രഹിച്ചിട്ടാണ് നമ്മളെ ഈ ഭൂമിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്കതൊന്ന് ആരാധിക്കാൻ ഉള്ള സമയമില്ലെങ്കിലും അതിനെ നശിപ്പിക്കാതിരിക്കാനുള്ളൊരു അവകാശം എനിക്കുണ്ട്, നിങ്ങൾക്കും ഉണ്ട്. അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടത് എല്ലാവരും കൂടെ ആയിരിക്കും എന്ന് മാത്രം. ദർശനം, കാവുകളും കുളങ്ങളും ഒക്കെ ഒരു കാലത്ത് നമ്മുടെ കേരള ജനതയുടെ തനിമയോട് ചേർന്ന് നിന്നിരുന്നതാണ്. ഇപ്പം കുളങ്ങളുണ്ടോയെന്ന് ചോദിച്ചാൽ വിരലെണ്ണാവുന്നതായി. കാവുകൾ ഏകദേശം തന്നെ പൂർണ്ണമായും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആധുനികത കടന്നു വരവ് നമ്മുടെ കാവുകളെയും കുളങ്ങളുടെയും നമ്മുടെ തനിമയും ഒക്കെ ബാധിക്കുമ്പോൾ എന്താവും ഇനിയുള്ള ഭാവി? എങ്ങനെയാവും ഇനിയുള്ള പ്രകൃതി? സാറ് കോട്ടയംകാരനാണെന്നാണ് എനിക്കറിയാനായിട്ട് സാധിച്ചത്. കോട്ടയത്ത് വീടുകൾ ഇപ്പോൾ ഒരു വൃദ്ധസദനമായി മാറിക്കൊണ്ടിരിക്കുകയെന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല, തീർച്ചയായിട്ടും. അതെന്ത് മെയിനായിട്ട് അതിൻ്റെ പ്രധാന കാരണം എന്താ? എബ്രോഡ് ജോലി സാധ്യത കൂടുതലായിട്ട് എല്ലാ അമ്മമാരും അച്ഛന്മാരും ആയിരിക്കും മെയിനായിട്ട് ഉണ്ടാവുക. മക്കൾ മുഴുവൻ നാട് വിട്ട് പോയൊരു സാഹചര്യം. അത് നമ്മുടെ കാവുകളെ നശിപ്പിക്കാൻ ഒരുപാട് കാരണമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു സ്കൂൾ ടീച്ചറായിരുന്നു. ഞാൻ സുഗതകുമാരിയുടെ കാവ് തീണ്ടല്ലേ മക്കളെ കുടിവെള്ളം മുട്ടും എന്നുള്ളൊരു കവിത കവിതയല്ല, ഒരു നരേഷനാണ് വായിച്ചതായിട്ട് എൻ്റെ ഒരു ഓർമ്മ. അത് വായിച്ചു കഴിഞ്ഞാൽ, അത് കാവ് കേടുവരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, നശിപ്പിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ നിലനിൽപ്പിനെ തന്നെ സമസ്ത മേഖലയും ബാധിക്കും എന്നുള്ളതാണ്. അത് ഇടയ്ക്കിടയ്ക്ക് പ്രകൃതി അതിന് അടി തന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട്. സുനാമി ആയിട്ട്, പ്രളയമായിട്ട്. ഇപ്പോൾ പ്രളയം തീവ്രതയാണ്, വയനാട്ടിലെ ദുരന്തം പോലുള്ള സംഭവങ്ങൾ. കാരണം പ്രകൃതിയുടെ ബാലൻസ് തന്നെ പണ്ടത്തെ കാവുകളായിരുന്നു. ഭൂമിയെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂമിനെ തരംതിരിക്കുന്ന ഒരു ഇതിലുണ്ട്. സർപ്പങ്ങളുടെ അധിവാസത്തിലായിരുന്നോ ഭൂമി, ബ്രാഹ്മണിക്കലായിരുന്നോ എന്നൊക്കെ നമ്മൾ നോക്കാറുണ്ട്. വീട്ടിൽ അവിടെ വാസ്തുപുരുഷൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഭൂമി ഏത് തരത്തിലായിരുന്നു സ്ഥിതി ചെയ്യുന്നത്, അതിനനുസരിച്ചുള്ള ദോഷങ്ങൾ ഈ ഗൃഹനാഥനെ അല്ലെങ്കിൽ അവിടെ വസിക്കുന്ന ആളുകളെ ബാധിക്കാനുള്ള കാരണമുണ്ട്. കാരണം സർപ്പക്കാവുകളായിരുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നതും സർപ്പാരാധന കൂടുതൽ നിലനിന്നിരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അതെന്താ പറയുക, വെറും ആരാധന മാത്രമല്ല, സർപ്പങ്ങളൊക്കെ ഉണ്ടാകുന്ന ആ കാവിൻ്റെ പ്രകൃതി മനോഹരം, അവിടെ നിന്ന് ഉള്ള കാര്യങ്ങൾ, വെള്ളം എന്നുള്ളതാണ് മെയിനായിട്ട്. കിണറുകളാണെങ്കിലും അതെ, പുഴയാണെങ്കിലും അതെ, കുളങ്ങളാണെങ്കിലും, ഒരു കാവിനൊരു കുളം ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. അവിടെ അധിവസിക്കുന്ന ജീവജാലങ്ങൾ ഇഷ്ടം പോലെ, അവിടുത്തെ എയർ പ്യൂരിറ്റി, അതേപോലെ തന്നെ ആവാസ വ്യവസ്ഥ, ഇതൊക്കെ മനുഷ്യനെ ബാധിച്ചിരുന്നു. ഗാന്ധിജി പറഞ്ഞതാണ് എൻ്റെ ഒരു ഓർമ്മയിൽ ശരിയാണെങ്കിൽ, പ്രകൃതി നമുക്ക് ആവശ്യത്തിന് കൂടുതൽ തന്നിട്ടുണ്ട്, പക്ഷേ ആഗ്രഹത്തിന് കൂടുതൽ തന്നിട്ടില്ല. അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. നമ്മളത് മിതമായി ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ചാൽ എന്നും നിലനിൽക്കാനുള്ള സമ്പത്ത്, അതായത് പ്രകൃതി സമ്പത്ത് ഈശ്വരൻ തന്ന് അനുഗ്രഹിച്ചിട്ടാണ് നമ്മളെ ഈ ഭൂമിനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറയാം. പക്ഷെ അത് ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, ആഗോളതാപനം പോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കുന്നതും. കാലാവസ്ഥ ഇപ്പോൾ പഴയ പോലെയാണോ മഴ? ഒരിക്കലുമല്ല. എൻ്റെ മോൻ എന്നെ പറയാറുണ്ട്, കലണ്ടർ മാറിയത് മഴ അറിഞ്ഞിട്ടില്ല തോന്നുന്നു അമ്മേ. അതായത് ഏത് സമയത്ത് എപ്പോഴും മഴ പെയ്യുന്നു. പണ്ടൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഈ സ്കൂളിലേക്ക് പോകുമ്പോൾ ജൂൺ 1-ാം തീയതി സ്കൂൾ തുറക്കാന്ന് പറഞ്ഞാൽ ജൂണിലൊരു മഴ. അതെ, അതിപ്പോൾ അതിൻ്റെ കലണ്ടർ, അതായത് പ്രകൃതിയുടെ കലണ്ടർ മാറിയത് പ്രകൃതി പോലും അറിയുന്നില്ല. കാരണം എന്താണ്, ഇവിടുത്തെ ആ ഒരു നാശനം കൊണ്ട് തന്നെയാണ് അതിൻ്റെ സമനില തെറ്റി. അതിനെപ്പോൾ പെയ്യണം അല്ലെങ്കിൽ എപ്പോൾ ഒഴിവായി പോകണം, അതായത് അത് നമ്മുടെ കൃഷിനെ പോലും ബാധിക്കും. കൃഷിനെ ബാധിച്ചാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഭക്ഷണത്തിനെയും ബാധിക്കും. ഭക്ഷണത്തെ ബാധിച്ചാൽ പിന്നെ പറയേണ്ട കാര്യമില്ല, മനുഷ്യൻ്റെ തന്നെ നിലനിൽപ്പിനെ ബാധിക്കും എന്നുള്ളതാണ്. പക്ഷെ അത് മനുഷ്യൻ മനസ്സിലായാൽ പോലും അത് എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്, ഗുരുവായൂരപ്പ വിശ്വാസിയാണ്. ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ എത്ര നാമം ജപിച്ചു, അല്ലെങ്കിൽ ഞാൻ എത്രത്തോളം
അദ്ദേഹത്തെ ഓർത്തു. അതിനേക്കാളുപരി അദ്ദേഹം പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം ഞാൻ അനുസരിച്ചോ ജീവിതത്തിൽ പ്രവർത്തകമാക്കിയോ എന്നാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാരണം ഒരു ടീച്ചറിനെ എടുക്കുകയാണെന്ന് വെക്കുക, ഞാൻ ടീച്ചർ ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ആ ഒരു ഉദാഹരണം ഞാൻ കോട്ട് ചെയ്ത് പറയുന്നത്, ചില കുട്ടികൾ ക്ലാസ്സിൽ അലമ്പന്മാരായിരിക്കും. ചില കുട്ടികൾ നന്നായി പഠിക്കും, പക്ഷേ ഈ അലമ്പൻ കുട്ടിയാണെങ്കിൽ കൂടെ ഞാൻ പറഞ്ഞ വർക്ക് ആ കുട്ടി കൃത്യമായി ചെയ്തുകൊണ്ട് വരും. ഹോംവർക്ക് എന്നുള്ളതല്ല, ക്ലാസ്സിൽ അനുസരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീറ്റായി ചെയ്യും. അപ്പം നമ്മുടെ മൈൻഡിൽ തോന്നും, കാര്യം എന്തൊക്കെ അലമ്പത്തരം കാണിച്ചാലും ഞാൻ പറഞ്ഞൊരു കാര്യം ആ കുട്ടി ചെയ്തു. ആ കുട്ടിയുടെ പേര് എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല ഈ സമയം വരെയും. ആ കുട്ടിയായിരിക്കും എന്നെ പുറത്ത് വെച്ച് കണ്ടാലും ഓടി വന്ന് ടീച്ചറെ എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തുന്നതും. എനിക്ക് പക്ഷെ അവരെ കണ്ടാൽ മനസ്സിലാക്കാം, കാരണം അവർ വളർന്ന് ഒരു ഇതിലെത്തി. പക്ഷെ അവർക്ക് എന്നെ കണ്ടാൽ അറിയാമല്ലോ, അവർ വേഗം വന്ന് എന്നോട് സംസാരിക്കുന്നതും. അപ്പോൾ ഇതേപോലെ ഭഗവാൻ നമ്മളെ ശ്രദ്ധിക്കണം എന്നുണ്ടെങ്കിൽ ഗോവർദ്ധന ആരാധന അല്ലേ, ഗോക്കൾ എന്ന് പറഞ്ഞാൽ പശുക്കൾ, ജീവജാലങ്ങൾ, പശു എന്ന് മാത്രമുള്ള കോൺസെപ്റ്റ് അല്ല, ജീവജാലങ്ങളെ ആരാധിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ അദ്ദേഹം പറഞ്ഞു തന്ന കാര്യം. പ്രകൃതി ആരാധിക്കുക, പ്രകൃതി തന്നെയാണ് ദൈവം എന്നുള്ള കോൺസെപ്റ്റാണ് ഈ ഗോവർദ്ധന ആരാധന എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ നമുക്കതൊന്ന് ആരാധിക്കാൻ ഉള്ള സമയമില്ലെങ്കിലും അതിനെ നശിപ്പിക്കാതിരിക്കാനുള്ളൊരു അവകാശം എനിക്കുണ്ട്, നിങ്ങൾക്കും ഉണ്ട്. അതായത് പ്ലാസ്റ്റിക് ഇടുന്ന കാര്യമായാൽ പോലും പ്ലാസ്റ്റിക്കിനെ കുറിച്ച് ഞാൻ ഘോരം സംസാരിച്ചിട്ട് ആ ബോട്ടിലെടുത്ത് ഞാൻ അതിലിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതിൽ കാര്യമില്ല. മാം ഇപ്പോൾ പറഞ്ഞു പ്രകൃതിയെ ആരാധിക്കുക. ഇപ്പം ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഈ മലകളെയും, മല എന്ന് പറയുന്നതും പ്രകൃതിയുടെ ഭാഗമാണ്, മലകളെ ആരാധിക്കുന്ന അല്ലെങ്കിൽ മലദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു സമൂഹം ഉണ്ടായിട്ട് ഈ കവളപ്പാറയിലും അതുപോലെ തന്നെ വയനാടിലും ഈ കൂട്ടിക്കലുമൊക്കെ ഉണ്ടായ മലയിടിച്ചിൽ ദുരന്തങ്ങൾ, അങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ശരിക്കും പ്രകൃതിയെ ആരാധിക്കുന്നവർക്ക് മേലേക്ക് പ്രകൃതി പ്രഹരമാകുകയല്ലേ? അവരല്ലാലോ അത് അവര് ചെയ്തതിന്റെ കർമ്മമല്ല അത്, പക്ഷെ അവരും കൂടെ ഇരയായി മാറുകയാണ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇതിന്റെ ഉത്ഭവമൊക്കെ മനുഷ്യൻ ജീവിക്കുന്ന ഈ നാഗരികതയിൽ നിന്ന് പോകുന്ന കാര്യങ്ങളായിരിക്കാം. അതായത് ഈ അവിടെ വയനാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരും ഒരിക്കലും അതിനെ ചെയ്യും, പക്ഷെ ഇവിടെ നിന്ന് പോകുന്ന സഞ്ചാരികൾ എന്തൊക്കെ ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടത് എല്ലാവരും കൂടെ ആയിരിക്കും എന്ന് മാത്രം. അതായത് അതിലിപ്പോൾ ആരാധിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ മിറാക്കിൾ സംഭവിച്ച് അത് അവർ രക്ഷപ്പെടുന്നുണ്ടാവാം, ഇല്ലായിരിക്കാം. പക്ഷേ ചില സാഹചര്യങ്ങളിൽ അവരും കൂടെ ഇൻക്ലൂഡിങ് ആയിട്ട് അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരികയാണ്. അതിന് ഇടവരുത്താതിരിക്കേണ്ടത് നമ്മളെല്ലാവരും തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. തീർച്ചയായും. നന്ദി മാഡം. താങ്ക് യു.